രാവിലെ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ടാക്സി ആയിട്ട് നമ്മളെ കൂട്ടാൻ വന്നേക്കുന്നത് മാസ്കായിട്ടിന്റെ സ്വന്തം ടെസ്ല. ഇതെങ്ങനെ തുറക്കുന്നേ? വി ആർ ട്രാപ്ഡ്. ആദ്യമായി കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കാതെ ഞാൻ വാ പൊളിച്ചിരുന്നു. ഓൺലൈൻ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബാഗ് ക്ലിയറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഹിറ്റ്ലറിന്റെ നാട്ടിലേക്ക്, ജർമ്മനി. ഇനി ടേക്ക് ഓഫ് ആൻഡ് ഡിപ്പാച്ചർ സമയത്തൊന്നും നമുക്ക് വലിയ കൂടുതൽ ചെക്കിംഗ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി ഷെങ്കൻ കൺട്രീസിലാണ്. ഞങ്ങൾ 4 പേരാണ് ഈ ട്രിപ്പിലുള്ളത്. ഞങ്ങൾ തന്നെയാണ് ഐഡനറീസ് ഉണ്ടാക്കിയത്. എയർപോർട്ടിൽ നിന്ന് ഊബർ വിളിച്ച് സ്റ്റേയിലെത്തി. ഇവിടെ ഓരോ കപ്പിൾസിനും ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് എടുത്തേക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് ഡ്രൈവ് ആണ് ഇങ്ങോട്ടുള്ളത്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്രീ ബസ് സർവീസ് ഉണ്ട്. ആദ്യമേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ തിരിച്ചു പോയത് ആ ബസ് സർവീസിലാണ്. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തി. അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് കളക്ട് ചെയ്തു. ഫ്രാൻസിലെ അതേ അവസ്ഥ. ഒരു മനുഷ്യനും ഇംഗ്ലീഷ് അറിയത്തില്ല. ഞങ്ങൾക്ക് ജർമ്മനും. ഈവൻ സൈൻ ബോർഡിൽ പോലും ജർമ്മനാണ്, ഇംഗ്ലീഷ് തീരെ കുറവാണ്. ബെർലിൻ സ്റ്റേഷൻ എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മഗ്ഡിന്ന് പാസ്സാക്കി. അങ്ങനെ സ്ഥലങ്ങൾ കണ്ടു വായി നോക്കി നടന്നപ്പോൾ റോട്ടിലൂടെ ട്രെയിൻ. ഇവിടെ ട്രാം നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജർമ്മനിയിലെ നമ്മൾ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസ് ബെർലിൻ കത്തീഡ്രൽ. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്ക് ഓർമ്മ വരും ഇവിടെ നിൽക്കുമ്പോൾ. 1800 അവസാന കാലഘട്ടമാണ് ഈ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. വേൾഡ് വാർ സമയത്ത് ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഇപ്പോഴും അതിന്റെ മനോഹാരിതയിൽ ഈ കത്തീഡ്രൽ നിൽക്കുന്നു. ഏകദേശം 1.5 കിലോമീറ്ററിന് അപ്പുറത്താണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഇരുവശത്തും അതിമനോഹരമായ ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ജർമ്മൻ ചരിത്രം വിളിച്ചുണർത്തുന്ന മ്യൂസിയങ്ങൾ, വേൾഡ് ഫേമസ് ബ്രാൻഡുകളുടെ ഷോറൂം. ഒരു കൗതുകത്തിന്റെ പേരിൽ ജർമ്മൻ മേഡായ നിവിയുടെ ഷോറൂമിൽ കാണാൻ കയറിയത്. കൗതുകം ലേശം കൂടുതലാണ്. ബാക്കിയുള്ള ഷോപ്പുകൾ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങി. അങ്ങനെ ജർമ്മനിയുടെ ചരിത്രം വിളിച്ചു പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാൻഡ്മാർക്ക് ഓഫ് ജർമ്മനി, ദ ഗ്രേറ്റ് ബ്രാൻഡൻബർഗ് ഗേറ്റ്. ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മെമ്മോറിയൽ ടു ദ മർഡേർഡ് ജൂസ് ഓഫ് യൂറോപ്പ്. 41-45 കാലഘട്ടങ്ങളിൽ നാസി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സെമട്രി. അതിൽ 15 ലക്ഷത്തോളം കുട്ടികളാണ്. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് കാലഘട്ടം ഒരു നിമിഷമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ രാത്രിയിൽ നമ്മൾ തനിയെ ഇതിൽ നടന്നാൽ ചരിത്രത്തെ ആദരി വിളിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേട്ടേക്കാം. എന്നിലെ വിശപ്പിന്റെ അലർച്ച കേട്ടപ്പോൾ അടുത്തുള്ള മലയാള ഹോട്ടലിൽ പോയി കപ്പയും മീൻകറി തട്ടി. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മലയാളി ഭക്ഷണം കിട്ടുന്നത് കാർന്നോമാർ ചെയ്ത പുണ്യം.